ഒരു ക്രൈസ്തവ വിശ്വാസിയായ ഒരു കുടുംബം, അപ്പനും മകനും വീട്ടിലെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പൻ പറഞ്ഞു, ആ റൂഫ് ഇളകിക്കിടക്കുകയാണ് മക്കളെ, ഞാൻ ആ ഏണി എടുത്ത് ചെന്ന് ആ ഷീറ്റൊന്ന് പിടിച്ച് വയ്ക്കാം, ഞാനും കൂടെ വരാമെന്ന് പറയുന്നതിന് മുമ്പ് ഈ അപ്പനൊരു ഏണിയുമായി ചെന്ന് അത് ചാരി ആ ഷീറ്റൊക്കെ ഒന്ന് കൈകൊണ്ട് പിടിച്ച് നേരെ വച്ചു. നേരെ വച്ചിട്ട് തിരിച്ചിറങ്ങുന്നതിന് മുൻപ് കാൽ വഴുതി ഏണിയും അപ്പനും കൂടെ വന്ന് താഴെ വീണ്, നടു അടിച്ച് ഈ അപ്പൻ വന്ന് താഴെ വീണു. ശബ്ദവും നിലവിളിയും കേട്ട് ഈ മകൻ ഓടിച്ചെന്നപ്പോൾ അപ്പൻ തലയിലൊക്കെ മുറിവേറ്റ് നടു അടിച്ച് നിലത്ത് കിടക്കുകയാണ്. വാരിയെടുത്തുകൊണ്ട് അടുത്തുള്ള വീട്ടിലെ ആളുമായി കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നു. അറിയപ്പെടുന്നൊരു ഹോസ്പിറ്റൽ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ചെക്കിങ് സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, താങ്കളുടെ അപ്പൻ്റെ നടു തകർന്നു, സ്പൈനൽ കോഡ് തകർന്നിരിക്കുകയാണ്, സർജറി ചെയ്യണം, അർജൻറ്റായിട്ടൊരു സർജറി ചെയ്യണം. അങ്ങനെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഈ അമ്മയും മകനും മാത്രം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരയുകയാണ്. അപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സർജറി ചെയ്യണം, അതിന് ഇവിടെ അറിയപ്പെടുന്നൊരു മാഡം ഉണ്ട്, മേരി ഡേവിഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആണ് വരേണ്ടത്, അവർ ഭയങ്കര എക്സ്പെൻസീവാണ്, വളരെ ചെലവുള്ളൊരു ഡോക്ടറാണ്, അവരെ വിളിച്ചു വരുത്തി വേണം ഇത് ചെയ്യാൻ, ലക്ഷങ്ങൾ ആകും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വീട്ടിൽ വന്ന് അമ്മയും മകനും മുഖത്തോട് നോക്കി കരയുകയാണ്, ഭയങ്കര കരച്ചിൽ. സ്തോത്രം. ഈ കരച്ചിലിനിടയിൽ അമ്മ മോനോട് ചോദിച്ചു, മകളെ നമ്മൾ എന്തു ചെയ്യും? അപ്പൻ കിടപ്പിലായി പോകും, ആ ഡോക്ടറെ വരുത്തി ചെയ്തേ പറ്റൂ, ആ ഡോക്ടറെ വിളിച്ചു വരുത്തി സർജറി ചെയ്യാൻ ലക്ഷങ്ങൾ വേണം, ലക്ഷങ്ങൾ. അവൻ പറഞ്ഞു, അമ്മ എനിക്കൊരു കാര്യമേ അറിയാവൂ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, എനിക്ക് മറ്റൊന്നും അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. അമ്മ ദുഃഖിതയായി നിന്നപ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ദുഃഖിതയായി നിന്നപ്പോൾ മകൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതുപോലൊരു പെരുമഴ ആ രാത്രിയിൽ പെയ്തു. ഭയങ്കര മഴ, ഭയങ്കര കാറ്റ്, ഭയങ്കര പ്രതികൂലം, ഭയങ്കര പ്രശ്നം, കൊടുങ്കാറ്റ് പോലെ അത് വീശി അടിച്ചു. ഇവർ ഒന്നാമത് ഭയപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ മഴയും ഈ കൂരിരുട്ടും കൂടെ കണ്ടപ്പം വല്ലാത്ത